ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SR വിഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പെരട്ടാണ്. അതിനായി നമ്മൾ ദശക്കട്ടിയുള്ള 300 ഗ്രാം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമ്മൾക്ക് റെസ്റ്റിന് വെക്കണം. ദശക്കട്ടിയുള്ള മീനാണ് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി നമ്മൾക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി വെച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾക്കൊരു 5 വറ്റൽമുളക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അതിന് പുറന്തോടെ ഏതാണ്ട് കറുത്ത നിറമാകുന്നത് വരെ, ഫുള്ളായിട്ട് കറുപ്പാവണ്ട, ഒരു ഏകദേശം കറുപ്പ് നിറമാകുന്നത് വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഏതാണ്ട് ഈ പരുവമാകുമ്പോൾ നമ്മൾക്കത് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് ഈ പാത്രത്തിലോട്ട് ഒരു 150 ഗ്രാം ഉള്ളി ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ ആ പുറം തോടൊക്കെ ഒന്ന് കറുത്ത് വരുന്നത് വരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പണ്ട് നമ്മളുടെ വീടുകളിലെല്ലാം വിറകടുപ്പായിരുന്നതുകൊണ്ട് നമ്മളതെല്ലാം ചുട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗ്യാസ് ആയ കാരണം നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നു മാത്രം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറിയ കഷ്ണം വാളംപുളിയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ലോണം വറുത്തെടുക്കാം. ഈ മീൻ വറുത്തെടുക്കാൻ ഏകദേശം നമ്മൾക്കൊരു 10 മിനിറ്റ് മതിയാകും. ഇതിൽ 5 മിനിറ്റ് നമ്മൾക്ക് വൺ സൈഡ് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ മീൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ബൗളിലോട്ട് അത് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് ആ മീൻ വറുത്ത എണ്ണയിലോട്ട് ആദ്യം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾക്കതിലോട്ട് അല്പം വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വേപ്പിലയും ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ചേർക്കാൻ ഒരു 6 ഉള്ളി നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നമ്മൾ ഒരുപാട് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമ്മൾക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് നമ്മൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആ ഗ്രേവി നമ്മൾക്കൊന്ന് തിക്കാക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്രേവിയുടെ ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിത്തിരി ഉപ്പ് കുറവ് ഫീൽ ചെയ്ത കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ആ അരപ്പെല്ലാം നമ്മൾക്ക് ആ മീനിലോട്ട് നല്ലവണ്ണം മിക്സായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് നല്ലൊരു വെറൈറ്റി ഫിഷ് കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക.